യമനിലെ വിഘടനവാദികളായ സദേൺ ട്രാൻസിഷണൽ കൗൺസിൽ പ്രതിനിധി സംഘം അനുരഞ്ജന ചർച്ചയ്ക്ക് റിയാദിലെത്തിയതിന് പിന്നാലെ യമനിലെ തെക്കൻ നഗരമായ അദ്ദാലിയിൽ സൗദി അറേബ്യ കനത്ത ബോംബാക്രമണം നടത്തി. റിയാദിലേക്ക് പോയ പ്രതിനിധി സംഘവുമായി ബന്ധമറ്റതായും അവരുടെ സുരക്ഷയിൽ ആശങ്കയുണ്ടെന്നും തെക്കൻ പ്രവിശ്യകളെ പ്രത്യേക രാജ്യമാക്കാൻ വാദിക്കുന്ന STC അറിയിച്ചു. റിയാദ് യാത്ര അവസാന നിമിഷം STC മേധാവി ഐദറൌസ് അൽ ജുബൈദി റദ്ദാക്കിയിരുന്നു. സൗദി യാത്ര റദ്ദാക്കിയതിന്റെ പേരിൽ ഐദറൌസിനെ സഖ്യത്തിൽ നിന്നും പുറത്താക്കിയതായി സൗദി അനുകൂല യമനിലെ പ്രസിഡൻഷ്യൽ ലീഡർഷിപ്പ് കൗൺസിൽ വ്യക്തമാക്കി. UAE പിന്തുണയുള്ള STCയുടെ സൈനിക വാഹനങ്ങൾ അദ്ദാലിയിലേക്ക് നീങ്ങിയതായി റിപ്പോർട്ടുണ്ട്. 2014 യമൻ തലസ്ഥാനമായ സന ഇറാൻ അനുകൂല ഹൂതികൾ പിടിച്ചതിന് പിന്നാലെയാണ് സൗദിയും UAEയും യമനിൽ ഹൂതി വിരുദ്ധ സഖ്യമുണ്ടാക്കിയത്. യമനിലെ സദേൺ ട്രാൻസിഷണൽ കൗൺസിൽ പ്രസിഡന്റ് ഐദറൂസ് ഖാസിം അൽ ജുബൈദി അജ്ഞാത കേന്ദ്രത്തിലേക്ക് കടന്നുകളഞ്ഞതായി സഖ്യസേന ഔദ്യോഗിക വക്താവ് അറിയിച്ചു. ഇക്കഴിഞ്ഞ ഞായറാഴ്ച പ്രസിഡൻഷ്യൽ ലീഡർഷിപ്പ് കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ റഷാദ് അൽ അലിമിയുമായി സഖ്യകക്ഷി നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനായി 48 മണിക്കൂറിനുള്ളിൽ സൗദി അറേബ്യയിലെത്താൻ അൽ ജുബൈദിനോട് സഖ്യസേന നിർദ്ദേശിച്ചിരുന്നു. ട്രാൻസിഷണൽ കൗൺസിലുമായി ബന്ധപ്പെട്ട സേനകൾ ഏദൻ അൽ ആളെ ഗവർണറേറ്റുകളിൽ നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ചും സംഘർഷാവസ്ഥയെക്കുറിച്ചും ചർച്ച ചെയ്യാനായിരുന്നു ഈ കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ജനുവരി 6 സൗദിയിലേക്ക് പുറപ്പെടാമെന്നറിയിച്ച ജുബൈദി അവസാന നിമിഷം വിമാനത്തിൽ കയറാതെ അപ്രത്യക്ഷനാവുകയായിരുന്നു. തിങ്കളാഴ്ച ദക്ഷിണ യമൻ പ്രശ്നം പരിഹരിക്കുന്നതിനായി സൗദി അറേബ്യ നടത്തുന്ന ശ്രമങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് STC പ്രസ്താവന ഇറക്കിയിരുന്നു. ഇതിന് പിന്നാലെ ചൊവ്വാഴ്ച രാത്രി 10:10 പുറപ്പെടേണ്ട യമൻ എയർവേസ് വിമാനത്തിൽ ജുബൈദിയും സംഘവും റിയാദിലേക്ക് വരേണ്ടതായിരുന്നു. എന്നാൽ വിമാനം 3 മണിക്കൂറിലധികം വൈകുകയും ആ സമയത്തിനുള്ളിൽ ജുബൈദി തന്റെ സൈനിക വിഭാഗങ്ങളെ അണിനിരത്തി സായുധ നീക്കത്തിന് ആഹ്വാനം ചെയ്തതായി സഖ്യസേനയ്ക്ക് വിവരം ലഭിക്കുകയും ചെയ്തു. തുടർന്ന് വിമാനം പുറപ്പെട്ടെങ്കിലും അതിൽ ജുബൈദി ഉണ്ടായിരുന്നില്ല. അദ്ദേഹം തന്റെ വിശ്വസ്തരായ മോമൻ അൽ സഖാഫ്, മുക്താർ അൽ നുബി എന്നിവർ വഴി ഏദനിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും വിതരണം ചെയ്ത് വലിയ തോതിലുള്ള അസ്വസ്ഥതകൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചതായും സഖ്യസേന വെളിപ്പെടുത്തി. സ്ഥിതിഗതികൾ വഷളായതോടെ സിവിലിയന്മാരുടെ സുരക്ഷ കണക്കിലെടുത്ത പ്രസിഡൻഷ്യൽ കൗൺസിൽ വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ അൽ മഹ്റുമിയുടെ അഭ്യർത്ഥന പ്രകാരം സഖ്യസേനയും ഹോംലാൻഡ് ഷീൽഡ് സേനയും ഏദനിൽ സുരക്ഷ കർശനമാക്കി. ഇതോടൊപ്പം അൽദ പ്രവിശ്യയിലെ അൽ നസർ ക്യാമ്പിന് സമീപം നിലയുറപ്പിച്ച വിമത സേനയ്ക്ക് നേരെ ബുധനാഴ്ച പുലർച്ചെ 4 സഖ്യസേന പ്രതിരോധ ആക്രമണങ്ങൾ നടത്തി. സുബൈദയുടെ നേതൃത്വത്തിൽ ആസൂത്രണം ചെയ്ത സൈനിക നീക്കങ്ങളെ തടയാനാണ് ഈ നടപടിയെന്ന് സഖ്യസേന വ്യക്തമാക്കി. നഗരങ്ങളെയും സിവിലിയന്മാരെയും സംരക്ഷിക്കാൻ പ്രാദേശിക അധികാരികളുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും സൈനിക ക്യാമ്പുകളിൽ നിന്നും സൈനിക വാഹനങ്ങളുടെ പരിസരങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതേസമയം യമൻ വൻകരയിൽ സായുധ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് വിമാന സർവീസുകൾ നിർത്തിവച്ചതോടെ യമനിലെ ഒറ്റപ്പെട്ട ദ്വീപായ സോക്കോത്രയിൽ നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ കുടുങ്ങിയിരുന്നു. സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റും തമ്മിലുള്ള രാഷ്ട്രീയ തർക്കങ്ങളാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. സൗദി അറേബ്യ നൽകിയ സമയപരിധിക്ക് പിന്നാലെ കഴിഞ്ഞയാഴ്ച UAE തങ്ങളുടെ സൈന്യത്തെ യമനിൽ നിന്ന് പിൻവലിച്ചിരുന്നു. ഇതോടെ സോക്കോത്ര വിമാനത്താവളത്തിന്റെ നിയന്ത്രണം UAEക്ക് നഷ്ടമായി. പുതുവത്സരാഘോഷങ്ങൾക്കായി ദ്വീപിലെത്തിയ 400 മുതൽ 600 വരെ വിനോദസഞ്ചാരികളാണ് ഇപ്പോൾ മടങ്ങിപ്പോകാനാകാതെ ബുദ്ധിമുട്ടുന്നത്. വിനോദസഞ്ചാരികളെ സുരക്ഷിതമായി പുറത്തെത്തിക്കാൻ വിവിധ രാജ്യങ്ങളുടെ എംബസികൾ സൗദി യമൻ സർക്കാരുകളുമായി ചർച്ച നടത്തുന്നുണ്ട്. കടൽ മാർഗം ഒമാനിലേക്ക് പോയി അവിടെ നിന്ന് വിമാനത്തിൽ കയറാൻ ചിലർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും അപകട സാധ്യതയുള്ള സമുദ്ര യാത്രയ്ക്ക് പലരും തയ്യാറല്ല. സുരക്ഷാ സാഹചര്യം മെച്ചപ്പെട്ടാൽ വിമാന സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും എന്ന് തുടങ്ങുമെന്ന കാര്യത്തിൽ ഉദ്യോഗസ്ഥർ കൃത്യമായ സമയപരിധി നൽകിയിട്ടില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.